തിരക്കിനെ കുറിച്ച് പറയുമ്പോൾ നിൽക്കുമ്പോൾ ഇരിക്കാൻ തിരക്ക്, ഇരിക്കുമ്പോൾ കിടക്കാൻ തിരക്ക്, കിടക്കുമ്പോൾ ഉറങ്ങാൻ തിരക്ക്. ഇതുകൊണ്ടൊന്നും തിരക്ക് തീരുന്നില്ല കേട്ടാ. ബസ്സിൽ തിരക്ക്, ട്രെയിനിൽ തിരക്ക്, പൂരത്തിന് തിരക്ക്, കല്യാണങ്ങൾക്ക് തിരക്ക്. ഒരു കല്യാണം വിളിച്ചു കഴിഞ്ഞാണ്ടല്ല, കല്യാണ വീടിൻ്റെ പരിസരത്തുള്ള കള്ള് ഷാപ്പിൽ തിരക്ക്, ബീവറേജിൽ തിരക്ക്, ബാറിൽ തിരക്ക്. ഇവിടുന്ന് സാധനം മേടിച്ചടിച്ചിട്ട് അടിച്ചിരിക്കുന്നവരായിട്ടൊരു തിക്കും തിരക്ക്. ഈ തിക്കും തിരക്കിൻ്റെ ഇടയിൽ നല്ല അടി അങ്ങോട്ട് കിട്ടുമ്പോൾ അടി കിട്ടി അവൻ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേറൊരു തിരക്ക്. ആശുപത്രിയിൽ ചെല്ലുമ്പോൾ രോഗികളുടെ തിരക്ക്, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുടെ തിരക്ക്. രോഗം എന്താണെന്ന് അറിയുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ തിരക്ക്, ഓപ്പറേഷൻ കഴിയുമ്പോൾ പിന്നെ തിരക്ക് തീരോടെ. നേരം വെളുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മുടെ തിരക്ക് എന്തിനാണെന്നറിയോ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അമ്മേ ഒരു ഗ്ലാസ് കട്ടൻ ചായ കൂടി എടുത്താൽ, ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കാനായിരിക്കും ആദ്യത്തെ തിരക്ക്. ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ തിരക്കെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാമെങ്കിലും ഞാൻ പറയാം, ബാത്റൂമിൽ പോകാനായിരിക്കും തിരക്ക്. അത് കഴിഞ്ഞാൽ പല്ല് തേച്ച് കുളിക്കാൻ തിരക്ക്, കുളി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനുള്ളൊരു തിരക്കാണ്. പലരും പല തരത്തിലാണ്. ആണുങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ല, പെണ്ണുങ്ങൾക്ക് ഒരു തിരക്കില്ല. നമ്മൾ ചില കല്യാണ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില പെണ്ണുങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടാ ഈ ജ്യോത്സ്യന്മാർ കവിടി നിരത്തണ മാതിരി ഇലയിലിട്ടിട്ട് ഇങ്ങനെ കൈയിട്ട് വിറകുള്ളൂ. ശരിക്ക് പ്രത്യേകിച്ച് ഒരു ക്യാമറ വഴി പോണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. അതായത് ഇവർ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ തേപ്പ് പണിമാരിയാ. അതായത് സിമന്റും മണലും കൂട്ടി കുഴച്ചിട്ട് കൊലരോണ്ട് എടുത്തിട്ട് ചുമരുമ്പിലേക്ക് ഒരു ഒറ്റ അടിയാ. ഇതേമാതിരിയാണ് ഉരുളോട്ടിട്ട് വായലിക്ക് വിടണം. ജസ്റ്റ് തല ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ട് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൂടി പോണവൻ്റെ നിറന്തലയിൽ അടിക്കുമ്പോൾ മാളാരവതി ചേട്ടൻ കാണിക്കുന്ന മാതിരി പിശാശി ഇങ്ങനെ കാണിക്കേണ്ടി വരും. ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിക്ക് പോകാൻ തിരക്ക്, ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ജോലിയുടെ ഒരു തിക്കൻ തിരക്ക്. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എടുത്തിട്ട് ലവർക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ലൈക്ക്, കമൻറ്റ്, മെസ്സേജ് ഈ വക സാധനങ്ങളൊക്കെ അയച്ചു കൊടുക്കാൻ തിരക്ക്. ഈ തിരക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ ആരാന്നറിയോ? സിനിമാ പ്രൊഡ്യൂസർമാരായിരിക്കും ഏറ്റവും കൂടുതൽ തിരക്ക് ഇഷ്ടപ്പെടാം. അതായത് ഒരു പടം റിലീസായി കഴിഞ്ഞാൽ ഈ സിനിമാ പ്രൊഡ്യൂസർ തിയേറ്ററിൻ്റെ ഉടമയ്ക്ക് വിളിച്ചിട്ട് ചോദിക്കും, ഹലോ അവിടെ എങ്ങനെയുണ്ട്? അപ്പോൾ സിനിമാ തിയേറ്ററിൻ്റെ ഉടമ പറയും, സാറേ തിയേറ്ററിൽ നല്ല തിരക്കാ. ഈ തിരക്കെന്ന് കേൾക്കുമ്പോൾ പ്രൊഡ്യൂസർ ഹാപ്പി ആയി. കാരണം സിനിമാ തിയേറ്ററിൽ തിരക്കുണ്ടാവണം. തിരക്കുണ്ടാകുമ്പോഴാണ് പ്രൊഡ്യൂസർക്ക് ഇറക്കിയ കാശ് കിട്ടുള്ളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ ഞാനാ. കാലത്ത് എന്നിട്ട് ഞാൻ പണിക്ക് പോയി കഴിയുമ്പോൾ പണിസ്ഥലത്ത് ചെന്നിട്ട് ഞാൻ എൻ്റെ അമ്മയ്ക്ക് വിളിക്കാം. എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കാം, അമ്മ എങ്ങനെയുണ്ടോ അവിടെ? അപ്പം എൻ്റെ അമ്മ പറയും, പൊന്നു മോനെ ഇന്നത്തെ ദിവസം നീ വീട്ടിൽ വരണ്ട, ഇവിടെ പലിശക്കാരൻ നല്ല തിക്കും തിരക്കാണ്. മനുഷ്യന്മാർക്ക് മാത്രമല്ല ജീവജാലങ്ങൾക്ക് മൊത്തം തിരക്കാ. ഞങ്ങളുടെ അവിടെ പാടത്ത് ഒരു ചേട്ടനെ പാമ്പ് കടിച്ചു. പാമ്പ് കടിച്ചു ചേട്ടൻ ഓടിയിട്ട്, അയ്യോ എന്നാ പാമ്പ് കടിച്ച് ഓടി വരേ. അങ്ങനെ എല്ലാവരും ഓടിക്കൂടി, കൂട്ടത്തിൽ ഞാനും കൂടി. ചെന്ന വഴിക്ക് എല്ലാവരും അന്വേഷിച്ചു, എവിടെ പാമ്പ്? പാമ്പിന് തിരക്കുണ്ട്. പാമ്പിന് ഈ ചേട്ടനെ മാത്രം കടിച്ചാൽ പോരാ, ഇനി അടുത്ത ആളെ കടിക്കണം. പാമ്പിന്റെ വഴിക്ക് പോയി. ഒരാൾ നടന്നു വരുമ്പോ ആളെ തലയിലേക്ക് തെങ്ങുന്നൊരു മച്ചിങ്ങ വന്ന് വീണു. അയ്യോ രണ്ടാളും മച്ചിങ്ങനെ നോക്കിയിട്ട് പറയാം, നിനക്കും തിരക്കാലേ. അറ്റ്ലീസ്റ്റ് ഒരു കരിക്കാവുള്ള ഒരു ക്ഷമ പോലെ അതിനില്ല. അപ്പോഴേക്കും അതിന് മോളിൽ നിന്ന് അടിയിലിക്കൊണ്ട് വരണം. ഈ പാവപ്പെട്ടവന്റെ തിരക്ക്, പണക്കാരൻ്റെ തിരക്ക്. എന്തിനു പറയുന്നത്? റോട്ടിൽ കൂടി ഭിക്ഷ യാചിച്ച് നടക്കുന്ന ഭിക്ഷക്കാരനുണ്ട് തിരക്ക്. ഭിക്ഷക്കാരൻ എന്താ തിരക്കെന്ന് അറിയൂ? ഭിക്ഷക്കാരൻ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പറയും, അമ്മച്ചി എന്തെങ്കിലും തരണേ എന്ന് പറയും. അപ്പൊ അമ്മച്ചി വന്നിട്ട് പറയും, കുറച്ചേരം നിൽക്കട്ടാ, ഞാൻ പോയിട്ട് ഈ അകത്ത് പോയിട്ട് ചില്ലറ പൈസ എടുത്തിട്ട് വരാമെന്ന് പറയാം. ഇടത്തൊഴിക്ക് ഭിക്ഷക്കാരൻ പറയാം, അമ്മച്ചിയെ വേഗം വരണം, എനിക്ക് നിങ്ങളുടെ വീട് മാത്രം കയറിയാൽ പോരാ, എനിക്ക് തിരക്കുണ്ട്. അങ്ങനെ അമ്മച്ചി ചില്ലറ പൈസ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ വീടിന്റെ പരിസരത്തുള്ള ചട്ടിയും കലവും എടുത്ത് എത്രയും പെട്ടെന്ന് ബാണ്ടക്കെട്ടിലാക്കാൻ ഭിക്ഷക്കാരൻ്റെ ഒരു തിരക്ക്. ഈ ബസ്സിൽ തിരക്കുണ്ട്. ബസ്സിൽ തിരക്കെന്ന് വെച്ചാൽ ഒരു നമ്മൾ ബസ് കയറാൻ നിൽക്കുകയാണെങ്കിൽ ഒരു ബസ് വരണ കാണുമ്പോൾ ലോങ്ങിൽ നിന്ന് വരണ കാണുമ്പോൾ നമുക്കൊരു തിരക്കുണ്ട്. മൂത്രമൊഴിക്കാനുള്ളൊരു തിരക്ക്. ബസ് വരില്ല, മൂത്രമൊഴിക്കാൻ പറ്റില്ലോ. അങ്ങനെ ബസ് വന്ന് നിൽക്കുമ്പോഴേക്കും കിളിയൊരു തിരക്ക് തുടങ്ങും. ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് കയറി കിടന്ന് നിറം കിടന്നു കിളിയുടെ തിരക്ക്. എങ്ങനെയൊക്കെ ആ ബസ്സിലേക്കൊക്കെ പൊത്തി പിടിച്ച് കയറിയിട്ട് ബസ്സിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ കണ്ടക്ടർ ഒരു തിരക്കുണ്ട്. ഈ കമ്പിയിൽ ചാരിന്നിട്ട് പറയുന്നത് കാശ് എടുക്കണം. അത് ബസ് തിരക്കാന്ന് എനിക്ക് അറിഞ്ഞിട്ട് കാശ് എടുത്ത് കൈ പിടിച്ചോടെ ഞാൻ പറയും. അങ്ങനെയും അവന് പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് ഒന്നല്ലെങ്കിൽ കമ്പിയുമല്ലോ എവിടെയെങ്കിലും ഇരിക്കാനായിട്ട് നിൽക്കണതിൻ്റെ ഇടയിൽ ഡ്രൈവർ ഒരു തിരക്കുണ്ട്. ഫസ്റ്റ് ഗിയർ എടുത്തിട്ട് ഒറ്റ എടുക്കില്ല. ഈ നേരത്തെ പിടികിട്ടിട്ട് ഏതെങ്കിലും ഒരു ചേച്ചിയുടെ മേലെ ഒന്നും തൊട്ടു അറിയാണ്ട് ആ വഴിക്ക് ചേച്ചിയുടെ ഒരു തിരക്കുണ്ട്. അയ്യോ ദൈവന്നെ കയറി പിടിച്ചേ. ഇത് കാണാൻ കൊള്ളാമെന്ന ചേച്ചിയാണെങ്കിൽ പിന്നിൽ സീറ്റ് കിട്ടാണ്ട് 2-3 ചേട്ടന്മാരിക്കുന്നുണ്ടാവും. അവരൊരു തിരക്കുണ്ട്. ആരാ ചേച്ചിനെ കയറി പിടിച്ചാൽ വണ്ടി പോലീസ് സ്റ്റേഷനിൽ എടുക്കണം പറഞ്ഞിട്ട് തിരക്കുണ്ട്. സംഗീത സംവിധായകന്മാർക്ക് തിരക്കുണ്ട്. അതായത് തിരക്കില്ലാത്ത നേരത്തെ ചില പാട്ടുകളൊക്കെ തിട്ടപ്പെടുത്തും. ഒരു പുഷ്പം മാത്രം പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോ മുടിയിൽ ചൂടാ. ഒരു തിരക്കില്ല. ചില സംഗീത സംവിധായകർക്ക് ഭയങ്കര തിരക്കുണ്ടാവും. ചിലപ്പം ഏതെങ്കിലും ഒരു പാട്ട് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അന്തിക്കടപ്പുറത്ത് ഈ നേരത്തെ ഒരു പ്രൊഡ്യൂസർ വിളിക്കും, സാറേ ഇപ്പോൾ വരാണെങ്കിൽ ഒരു 3-4 പടം ഇവിടെ കസ്റ്റഡിയുണ്ട്. അതെ അന്നിപ്പോൾ എത്ര സ്പീഡ് കൂട്ടാവും? തരിത്തക്കടി മുക്കിളി സാറ് വരണ്ട. അതേ വരുന്നു താഴെ
തരികിടത്ത് പ്രദത്തൈ ആ സാധനങ്ങളൊക്കെ എടുക്കുക പോവാ. തിരക്കുണ്ട്. തമിഴിലുണ്ട് ഒരു തിരക്ക്. തമിഴിലൊരു പടങ്ങൾ ഒരുപാട് പടങ്ങൾ കിട്ടിയപ്പോൾ ആൾക്ക് തിരക്ക് കൂടി. അപ്പോൾ ആള് പാട്ട് സ്പീഡാക്കി പല 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 വിളക്കും വിളവും വിളക്കും സൺമുഖ വെല്ലിച്ചോണങ്ങട് വാടാ ഷൺമുഖി പരിപാടി കഴിഞ്ഞു. ഈ തിരക്ക് കൂടുമ്പോണ്ടാവുന്ന ഒരു സംഭവമാണ് മറവിയൻ. ഈ മറവിയനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു കാര്യം പറഞ്ഞു. അത് ഞാൻ ഒന്ന് പറയാം, അല്ലെങ്കിൽ അത് വേണ്ട, അത് ഞാൻ മറന്നുപോയി. വേറൊരു മറവിനെ കുറിച്ചൊരു കാര്യം പറയാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിനോദമാണ് ഗോലികളി. അങ്ങനെ ഞാൻ കാലത്ത് എൻ്റെ ഗോലി അടിച്ചുകൊണ്ടിരിക്കുക. ആ നേരത്തെ എൻ്റെ അമ്മ ഒരു പട്ടവടി എടുത്തിട്ട് എൻ്റെ കാലിന് താഴെ ഒറ്റപ്പെടേന് അടി കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി 9, 9:30, 9:45. കാരണം എല്ലാ ദിവസവും ഈ സമയത്ത് എനിക്ക് അടി കിട്ടാറ്. അമ്മ പറഞ്ഞു സ്കൂളിൽ പോടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചടപടാന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിൽ പോയി. സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചറോട് ഞാൻ പറഞ്ഞു സ്കൂൾ കൂടി. ഞാൻ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ ഗുഡ് മോർണിംഗ്. ടീച്ചർ പറഞ്ഞു ഗുഡ് മോർണിംഗ്. ടീച്ചർ ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താന്നാ ഞാൻ പഠിക്കാൻ വന്നതാ. അപ്പോൾ ടീച്ചർ പറയാം നീ പഠിക്കാൻ വന്നാന്ന് മനസ്സിലായി, നിന്റെ ബാഗ് എവിടാ? തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ബാഗ് എടുക്കാൻ പറഞ്ഞു. ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചറെ നാളെ കൊണ്ടുവന്നാൽ മതിയാ, പോയി ബാഗ് എടുത്തിട്ട് വരാൻ. ആ ഒരു പോക്ക് ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നതാ. സത്യം പറയാലോ, ഇങ്ങോട്ട് ഞാൻ വരുമ്പോൾ ഒത്തിരി തിരക്കില്ല വന്ന. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം മറന്നു. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വിളിക്കുന്ന നോക്കിയേ, വേറെ ഒന്നല്ല ഏട്ടാ, പാൻറ്റിൻ്റെ സിബിടാൻ മറന്നു പോയി.